ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഞാൻ തലേദിവസം വിചാരിച്ചു ആദ്യം തൊട്ട് രാവിലെ തൊട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ മുടിപ്പാല ഒരു റിസോർട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ രാവിലെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീഡിയോ എടുത്തു. അപ്പോൾ നമ്മൾ പോകുന്നതുകൊണ്ട് ചേട്ടായി ബൈക്ക് കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ പോവുകയാണേ. ബൈക്കിനൊരു അല്ലറ ചില്ലറ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം അതിനുവേണ്ടി അപ്പം നമ്മൾ പോവുകയാണല്ലോ, അപ്പോൾ ബൈക്ക് കൊണ്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ബൈക്ക് കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ പോയി. അപ്പോൾ ആ കൂടെ കൊണ്ടുപോകാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കുഞ്ഞാപ്പി. എന്നിട്ട് ഇതേ പോയെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ അവൾ പോയി നോക്കും, റോഡിൽ പോയി നോക്കുവേ പോയോ അവളെ പറ്റിക്കുന്നതാണോ എന്ന്. അങ്ങനെ ബൈക്കൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് കാറ് വാഷ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു. അപ്പം നമ്മളോട് പറഞ്ഞു, എന്നോടും കുഞ്ഞാപ്പിയോടും പറഞ്ഞു അപ്പോഴത്തേക്കും റെഡി ആയിരുന്നു എന്ന്. പക്ഷേ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ റെഡി ആയില്ല ഗൈസ്. അങ്ങനെ സമയം കിട്ടിയില്ല. പിന്നെ ഒരുങ്ങുന്നത് പോകുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. എല്ലാം പെട്ടെന്ന് ഷടപടേന്നായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സ് എടുത്തു. അതും പകുതി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഓൾറെഡി ലേറ്റായി, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പോലുള്ള ടൈം കിട്ടാത്തത്. പെട്ടെന്ന് കണ്ട ഒരു ഡ്രസ്സ് ഒത്തിരി അങ്ങനെ തിരയാനും പെറുക്കാനും ഒന്നും നിന്നില്ല, അതിനുള്ള സമയമില്ലായിരുന്നു. പിന്നെ ഡ്രസ്സ് എടുത്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു. നമ്മൾ പിന്നെ ഫുഡ് വാങ്ങിച്ചു, കയറി കഴിച്ചില്ല, നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോന്നു. സമയം നല്ലപോലെ ലേറ്റായി. അപ്പോൾ 2 മണിക്ക് ചെല്ലണമായിരുന്നു. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം ചേട്ടാ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ട് അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അവൾക്ക് പുറത്ത് പോകാൻ അവൾക്ക് അങ്ങനെയാണ്. നമ്മൾ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ അപ്പം അവൾക്ക് ഇറങ്ങണം, പിന്നെ വണ്ടിയിലിരിക്കുകയില്ല. ഇറങ്ങി ചുമ്മാ അതിലെങ്കിലും നടന്നാലും മതി. ആരിറങ്ങി ആ കൂടെ അവൾക്ക് ഇറങ്ങണം. അപ്പോൾ ഇങ്ങനെ എടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ വന്നപ്പോൾ ആ ചേട്ടൻ സംസാരിച്ചപ്പോൾ അവളിങ്ങനെ പുറത്ത് ആരോടും ഒന്നും അങ്ങനെ സംസാരിക്കില്ല. നേരത്തെ സംസാരിക്കുമായിരുന്നു, ഇപ്പം സംസാരിക്കില്ല. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല എന്തൊക്കെ പറയണം എങ്ങനെയാ എന്നൊന്നും. അങ്ങനെ കുറേ വീഡിയോസൊക്കെ നമ്മൾ പല സ്ഥലത്ത് പോകുന്ന കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. പിന്നെ ചില ആൾക്കാർ നമ്മളെവിടെ പോകുന്നു എന്താണെന്നൊക്കെ നോക്കിയിരിക്കുന്നവരൊക്കെ കാണുമല്ലോ. അപ്പോൾ അവരെയൊക്കെ ഓർക്കുമ്പോൾ നമ്മളോർക്കും പോസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കും. കുറേ നെഗറ്റീവ് ഊളകളെന്ന് തന്നെ പറയാം. അപ്പം പോസ്റ്റ് ചെയ്യേണ്ടെന്ന്. പിന്നെ ഇനി മുതലങ്ങ് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പം നമ്മളൊരു ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെ ചെന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അപ്പം ഇവളവിടെ ഇങ്ങനെ വെള്ളം കണ്ടപ്പോൾ വെള്ളം എന്നൊക്കെ പറയില്ല, അപ്പോൾ അതുകൊണ്ടൊന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ റിസോർട്ട് വരുന്നത്, നമ്മൾ പോകാനുള്ളത് മുടിപ്പാറ റിസോർട്ട്. എന്നിട്ട് നമ്മൾ നേരെ അവിടുന്ന് റിസോർട്ടിൽ ചെന്നു. അപ്പോഴത്തേക്കും ഒരു സന്ധ്യയായി കേട്ടോ. അത് അവിടെ കാണുന്ന കേട്ടോ നമ്മൾ പോകുന്ന റിസോർട്ട്. ഞാനത് പോസ്റ്റ് ചെയ്യാൻ കേട്ടോ ഈ നാളത്തെ കഴിഞ്ഞ് എന്നെനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടണം. ഒരു കുഞ്ഞു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിലെത്തി. നമുക്ക് പറഞ്ഞിരുന്ന റൂം നമുക്ക് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് ആ ഒരു സങ്കടത്തിൽ കിടക്കുമായിരുന്നു രണ്ടുപേരും. പിന്നെ അവൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഏതാണ്ടൊക്കെ പണിത് അവളുടെ കുറച്ച് ടോയ്സൊക്കെ എടുത്തായിരുന്നു. അത് വെച്ച് പണിതിട്ട് നമ്മൾ പിന്നെ വിചാരിച്ചു പൂളിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പൂളിലോട്ട് പോവുകയാണേ. ഡ്രസ്സൊക്കെ മാറി അയ്യോ പൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവള് ഒന്നും അനങ്ങാതിരിക്കത്തില്ലായിരുന്നു. കുറച്ച് നേരം പോലും ഒന്നെങ്കിൽ ആദ്യം ഇവളെ വെള്ളത്തിൽ ഇറക്കിയോണ്ട് ഇവള് നേരെ അങ്ങ് ചെന്ന് ചാടാൻ നോക്കുമായിരുന്നു. ഇവള് കയറാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം പൂളിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഇവളെ മാറ്റി നിർത്തുമ്പോൾ ഇവള് വന്ന് ചാടുമായിരുന്നു. ആദ്യം ഇവളെ ഇറക്കിയോണ്ടേ നമുക്ക് പേടിയില്ല, എന്നാ വന്നങ്ങ് ചാടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ തണുക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരി തന്നെ കയറി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഊഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു, ഗെയിം സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അതിലേക്ക് നടന്ന് പിന്നെ ഇങ്ങനെ അവിടെ ഒരു കുഞ്ഞു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി. നൈറ്റ് നമ്മൾ സന്ധ്യ ആയല്ലോ ചെന്നപ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയറിന് കുറച്ച് നേരം ഞങ്ങൾ തീരാറായപ്പോഴാണ് ചെന്നത്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പം കുഞ്ഞാപ്പി 2-3 ആൾക്കാരെ കാണുമ്പോൾ കുഞ്ഞാപ്പി ഒതുങ്ങി നിൽക്കുമല്ലോ. എല്ലാവരുമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവൾ കുറച്ച് ആക്റ്റീവായി 2-3 സ്റ്റെപ്പൊക്കെ ഇട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോന്നു. അപ്പം അടുത്ത ഇത് ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടാം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.